ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് ഐജെകെ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ ഫ്രണ്ട് വരില്ല കേട്ടോ. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഡ്യൂട്ടി ഡ്രസ്സിൽ അതേ പടി നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതിൻ്റെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. ആ കുട്ടിയുടെ കൈമ ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടാണ് ഇന്ന് കാസ്റ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോയിട്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ പോണതിന് മുന്നേ അപ്പോയിൻമെന്റ് കിട്ടുന്നതിന് മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ഇപ്പോഴത്തെ വൈറലായ ഒരു എന്നിട്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിനകത്ത് തിരിയണേ. അപ്പം അത് ഞാൻ കാലത്തൊന്ന് പരീക്ഷിച്ച് നോക്കി, വാവുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവന് എല്ലാ സാധനങ്ങളും ഞാനിടുന്ന സംഭവങ്ങളെല്ലാം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് സാധനം ഞങ്ങൾ കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞാനപ്പം വൈകുന്നേരം നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിലും മുന്നേ വേഗം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ നിന്റെ ചാടിക്കയറി നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇതിന്റെ പേര് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണോ? വേറെ പേരൊന്നുമില്ല? അതെനിക്കറിയാം, നമുക്ക് വേണമെങ്കിൽ ഒരു പേരിടാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റേ അതിന്റെ മുകളിൽ ടോപ്പിങ്സ് പോലെ ഇതൊരു പിസ്സ ബേസ് പോലെ നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് വെറുതെ കുറച്ച് 2 സോസേജ് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഇങ്ങനത്തെ ഇത് ശരിക്കും ജാലപ്പനോസ് എന്നല്ല, പക്ഷെ യാലപ്പനോസ് എന്ന് പറയാട്ടോ. അപ്പൊ ഈ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ താരം നമ്മുടെ മുട്ട, ഒരു 5 മുട്ട ഞാൻ വെറുതെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലി, പിന്നെ ചീസ് ഞാൻ എടുക്കാൻ മറന്നു. ചീസ് ഞാൻ മറ്റേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഇടാം. ആ ബട്ടറിനകത്താണ് നമ്മൾ ഫസ്റ്റ് പൊട്ടറ്റോനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എൻ്റെ ബട്ടറിന്റെ കോല നോക്കരുത്, ആവശ്യമനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട് ബട്ടറിന്റെ കോല ഇങ്ങനെ. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ചൊന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ട് അതിനകത്തോട്ടാണ് നമ്മളിനെ ഇനി ഈ പൊട്ടറ്റോസിനൊക്കെ നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിട്ടില്ലേ, അതിനൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് കറക്കിയിടാം. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കണം. പൊട്ടറ്റോ ആണ് ഇതിന്റെ ബേസ് ആയിട്ട് വരുന്ന സാധനം. അത് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് നമ്മൾ മുട്ട കഴിക്കേണ്ടത്. ഇവിടെ നിന്നും ഇല്ലാതെ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടില്ല? ഇപ്പൊ കൊറേ പേര് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വീഡിയോ കണ്ടു. കൊറേ പേരുണ്ടാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വൈ നോട്ട് മീ. അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മളേ ഈ പാത്രത്തിന് ചെറിയൊരു ചെരിവുള്ള കാര്യമുണ്ട്. ആ ചെറിയ നമുക്ക് ഈ ബട്ടറിനകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം കേട്ടോ. ഇത് ഫ്രൈ ആക്കണേക്ക് മുന്നേ മറിച്ചിടുന്നത് അങ്ങനെയല്ല. ഇതിപ്പോ ജസ്റ്റ് ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ ഒന്നൊരു ഇതായി കഴിഞ്ഞപ്പം നമ്മൾ തിരിച്ചിടാണ്. കാരണം ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ തീ കുറച്ച് വെച്ച് മുട്ടയും ഓരോ അതിന്റെ മറ്റെന്താ പറയാ ഓരോ ലെയർ ആക്കി കഴിയുമ്പോൾ അത്ര നേരം വരെ ഇത് ഇതിനകത്തോട്ട് കിടക്കൂലോ. നമ്മളിപ്പോൾ അങ്ങനെ ഡീപ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പം അതാണെങ്കിൽ പറ്റിപ്പോയത്. കുറെ ഞാൻ ഡീപ് ഫ്രൈ ആക്കി കഴിഞ്ഞപ്പം പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ കുറെ നേരം കിടക്കുമ്പോൾ ചിലപ്പോ ഒരു കരിയില്ല, എന്നാലും വേറെ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാവും. അത്രയും അങ്ങനെ ആവണ്ട. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇനി ഓരോ ലെയർ നമ്മൾ ഒഴിക്കാൻ പോവാം. പേര് പൊട്ടറ്റോ മുട്ട. അതെങ്ങനെയുണ്ട്? പൊട്ടറ്റോ മുട്ട. ഇപ്പം ജസ്റ്റ് കണ്ടത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് ആയിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇനി ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉപ്പും ഇതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഉപ്പിടണം കേട്ടോ. അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ചെറുതായിട്ട് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെതറുന്നുണ്ടേ. എന്നുവെച്ചാ പൊട്ടറ്റോമയ്ക്കുള്ള ഉപ്പിന് വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ മുട്ട ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഉപ്പായിക്കോളും. എന്നാലും നമ്മള് ജസ്റ്റ് ഇതാക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇത് ആക്കണ വരെ ഞാൻ ഈ തീ ഓഫ് ചെയ്യണം. പക്ഷെ ഓൾറെഡി ഇതുമ്പോൾ ചൂടുണ്ടാവും. നമ്മുടെ തീ മറ്റേ ഈ ഇൻഡക്ഷൻ കുക്കർ പോലത്തെ ആയത് പറഞ്ഞിട്ടുണ്ട്, നല്ല ചൂടുണ്ടാവും. അത് കാരണം ഞാൻ ഇനി അത് ഓണാക്കണില്ല. അപ്പൊ ഓഫ് ചെയ്തു ഓൾറെഡി. ഇനി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് ആക്കി വെച്ചേക്കണം. അപ്പൊ അതിന് നമ്മൾ നന്നായിട്ട് ഇതിന് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരു പിസ്സ മോഡൽ. ഒരു ഉണ്ണിക്കുട്ടൻ ആയിട്ടില്ലല്ലോ. ഇതിപ്പോ ഒരാൾ പിടിച്ചു നിൽക്കേണ്ടി വരുന്നുണ്ടല്ലോ പാത്രത്തിന്. അപ്പം ഇതിങ്ങനെ അത്രയും പൊക്കണ്ടല്ലോ, ഇത്രയും ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ സാധനങ്ങൾ ഇതിനകത്തോട്ട് നിരത്തൽ തുടങ്ങാൻ. പിസ്സ ഉണ്ടാക്കണ പോലെ തന്നെ. പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സോസേജ് ഒക്കെ കൂടുതലുണ്ട്.
പിള്ളേര് കഴിച്ചോളൂല്ലോ. സോസേജ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് മറ്റേ ഹണി ലേസ്ഡ് ചിക്കൻ്റെ അല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ സോസേജ് വെറുതെ ഞാൻ മറ്റേ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാറുണ്ട് അല്ലേ. ഈ ഒരു സോസേജ് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇത് പക്ഷെ ചീസും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതിന് ഇടയ്ക്ക് ഒരു കട്ട കുഞ്ഞി സാധനം ചീസാ, അതിലും ചീസ്, ഇനി നമ്മൾ ഇതിന്റെ മുകളിലും ചീസ്, ചീസോട് ചീസോട് ചീസ്. ചീസ് നല്ലതാണ്. ഇത് അതിന്റെ മറ്റേ അറ്റത്തെ ഭാഗം എല്ലാം കട്ട് ചെയ്തിട്ടു, ഒന്നും കളയണ്ട നമുക്ക്. തിരിഞ്ഞെടുക്കുന്നില്ല, അതിന്റെ മറ്റേ ഇങ്ങനെ ആ അറ്റം ഭാഗമാണ് അത്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലോട്ട് ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ടേ. അല്ല വേണ്ട വേണ്ട, ഇനിയും സാധനങ്ങൾ ഇടാൻ കണ്ടല്ലോ. സാധനം ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അതന്നെ നമ്മള് മറ്റേ ഓവന്റെ കൊണ്ടിരിക്കണോട്ടാ. ഇനി നമ്മൾ ഇടാൻ പോണത് നമ്മുടെ ജാലപ്പന ഉണ്ടാ, യാലപ്പനോസ് അങ്ങനെയാണ് പറയുന്നത്. ഹാലപ്പിനോസ് എന്ന് പറയും, യാലപ്പിനോസ് എന്ന് പറയും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താന്ന് എനിക്കറിയില്ല, ഗൂഗിൾ ആശാനോട് ചോദിക്കേണ്ടി വരും. ഇതിനെ നമുക്ക് നിരത്താം. ഇത് നല്ല ടേസ്റ്റാണ്, എൻ്റെ ഇഷ്ടമാണത്. ഇഷ്ടല്ലേ? ഞാൻ ചോറിന്റെ കൂടെ വെറുതെ തിന്നാറുണ്ട്. ആ സാധനല്ലേ ഇത്? ഇത് പച്ചമുളകാ അല്ല, അത് മറ്റേ സാധനല്ലേ, വേറൊരു കുക്കുംബർ പോലത്തെ വേറൊരു സാധനല്ലേ. അത് അറിയാം. ഇത് ഇങ്ങനത്തെ. ഇപ്പൊ നമ്മളിത് ചെയ്തിട്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ഇത് ഫിക്സ് ആക്കണല്ലോ. ഫിക്സ് ആക്കാൻ നമുക്ക് ചീസ് ഇടാം കേട്ടോ. നമ്മുടെ സ്വന്തം നിന്റെ എപ്പോ ചീസ് വാങ്ങിച്ചാലും ഇങ്ങനെ കുരുകുരുന്ന് മറ്റേ ഇത് ചെയ്തിടും. എന്ത് ചെയ്തിടും? വലിയ സോപ്പും പെട്ടി പോലത്തെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. അപ്പം അതിനേക്കാളും ഭേദം നമ്മൾ സോപ്പും കട്ട പോലത്തെ ചീസ് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മതിയോ ചീസ്? എല്ലായിടത്തേക്ക് ആവാനുള്ളതായില്ലേ. ഇനിയാണ് നമുക്ക് നമ്മുടെ തീ ഓണാക്കാം. തീ ഓണാക്കിയിട്ട് നമുക്ക് ഒരു 4 ഇടാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് നോക്കി നോക്കാം. 15 മിനിറ്റ് വേവിക്കണം. അമ്മേ വേണ്ട വേണ്ട. എന്തായി? ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയില്ലേ? 3 മിനിറ്റ് പോരാന്ന് നോക്കി. ഇപ്പം ഇതാണ് കോലം. മറ്റേ ചീസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ തീ നന്നായി കുറച്ചിട്ടേക്കാതെ, ഞാൻ തീ ഒരു ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഒന്ന് തൊട്ട് നോക്കിയാലോ? സൈഡിലൊന്ന് തുറന്നു നോക്കണോ, പൊട്ടിച്ചു നോക്കണോ അല്ലേ? കുറച്ചുകൂടി തീ കൂട്ടേണ്ടി വരും. മറ്റേ കയ്യില് കണ്ട് പേടിക്കരുതിട്ട്, മറ്റേ ചോറിന്റെ കയ്യിലാണ് ഇത്. ആയി തുടങ്ങണ് അല്ലേ? ആയി തുടങ്ങുള്ളൂ. ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ, ആവണ്ടല്ലേ? ഒന്നും കൂടി ഒന്ന് അടിഭാഗം ഒന്ന് ഡ്രൈ ആവണം. സോറി, ഡ്രൈ ആക്കിയിട്ട് ഇനി ഇതിനെ ഇത് മറ്റേ മറിച്ചിടില്ല, ഇങ്ങനെ വേവിക്കുള്ളൂ. ഇത് ഒന്നും കൂടി വേവട്ടെ. അപ്പൊ ഇതിനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിന്നണത്. മുകളിൽ വെന്തല്ലോ ചീസായിട്ട് മറ്റേ ഇതായില്ലേ. അപ്പൊ ഇത് ശരിക്കും ബേക്ക് ചെയ്യണം ശരിക്കും അല്ലേ? അവരിങ്ങനെയാണ് ചെയ്യണത്. പിസ്സ പോലെ തന്നെ, പിസ്സയുടെ ഒരു മോഡൽ. പക്ഷെ അതിന് അടിയിൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ പൊട്ടറ്റോ നിരത്തണത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പിസ്സ തിന്നണ പോലെ തന്നെ. പിള്ളേർക്ക് ഇഷ്ടം? ഊട്ടിക്ക് അത്ര ഇഷ്ടമായില്ലേ, കാരണം ഊട്ടിക്ക് കുറച്ച് ചീസ് കൂടുതലല്ലേ. എന്താ ചീസ് ഇഷ്ടമായിരുന്നല്ലോ അല്ലേ? പക്ഷെ ഇപ്രാവശ്യം കാണിച്ചപ്പം അവൻ ചീസ് കാരണോണ്ട് പറഞ്ഞു കുറച്ച് ചീസിയാണ്, കുഴപ്പമില്ല. പക്ഷെ കൊടുത്തത് ഫുള്ള് തിന്നു, ഇഷ്ടല്ല. ഇനിയാണ് ടാസ്ക്. ഇനിയുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പിടിച്ചു. ഇനിയിപ്പോ എന്തൊരു പണിന്നറിയോ, താഴേക്കൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് പതുക്കെ 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 അയ്യോ പൊട്ടി 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 ആണോ? ഇത് പാത്രത്തിൽ നിന്ന് പിടിച്ചു തരും എനിക്ക്. ഇതിനൊന്ന് നീക്കണം. അങ്ങനെ നീര് കുറച്ച് നേരത്തെ ഉണ്ടല്ലോ, നേരത്തെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വീണ ആവശ്യമുണ്ടല്ലോ, ഈ ഭാഗം പ്ലക്കേ എന്നാണ് അങ്ങോട്ട് പോയി. അപ്പം എങ്ങനെയുണ്ട്? സക്സസ്. അയ്യോ സക്സസ് ആയില്ലേ? ഇനി നമുക്ക് മറ്റേ പിസ്സ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട്
പിള്ളേർക്ക് കൊടുക്കാം. കറക്റ്റ് ഈ പാത്രത്തിന്റെ അത്ര തന്നെ കിട്ടിയില്ലേ? ഇനിയിപ്പോ നമുക്ക് കട്ട് ചെയ്താലോ? എന്റെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. രസമല്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്? സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ തിന്നുമ്പം അത് അങ്ങനെയാ. നമുക്കിങ്ങനെ നമ്മൾ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും തിന്നാൻ ചീസൊക്കെ നീ കിടക്കുക. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കുന്നു. 4 പീസ് മതി അല്ലേ? കുഞ്ഞിതാക്കണോ? ഓരോ പീസ് ഓരോരുത്തർക്ക് തിന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായില്ലേ? ഇത് ഈ സൈഡ് എന്താ കുഞ്ഞനായില്ലേ? അടിയിലത്തെ പൊട്ടറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് തിന്നുമ്പോ കാണാം അല്ലേ? അതിനുള്ള ഇവരുണ്ടായിരുന്നില്ലായിരുന്നു ഉണ്ടാക്കുന്ന സമയത്ത്. അതിനുള്ള മുട്ട, പൊട്ടറ്റോ, സോസേജ്, ഈ സാധനത്തിന്റെ പേര് യാലപ്പിനോ, പിന്നെ ക്രഷ്ഡ് ചില്ലി, സോസേജ് പറഞ്ഞല്ലോ അല്ലേ? ചീസ് ഇട്ടുണ്ട് നന്നായിട്ട്. നല്ലതാ? എനിക്ക് ഇഷ്ടമായില്ലത്. നിനക്കെന്താ ഇഷ്ടാവത്തെ? അറിയില്ല. അവൻ പറഞ്ഞത് ചീസ് കുറച്ച് കൂടുതലാന്ന് പറഞ്ഞേ. അവനതുകൊണ്ട് ഇഷ്ടമായില്ല. പക്ഷെ അടിപൊളി. ഇത് പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. മീറ്റിന് മീറ്റ് ഉണ്ട്, വെജിറ്റബിൾസിന് വെജിറ്റബിൾസ് ഉണ്ട്, മുട്ടയുണ്ട്, ഹൈ പ്രോട്ടീൻ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതുപോലൊരു പീസ് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ അല്ലേ? ഇതൊരു പീസ് സ്കൂളിൽ കൊടുത്തിട്ട് ഞാൻ കണ്ട വീഡിയോസിനകത്ത് കൂണിടുന്നുണ്ട്, അങ്ങനെ പിന്നെ ചിക്കൻ കുരുകുരുന്നാക്കിട്ട് ഇടുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം വേറെ സാധനം ചെയ്യാൻ ഞങ്ങൾക്ക് ചീസ് അല്ലേ ഇഷ്ടമാവരുത്? ഞങ്ങൾക്ക് പ്രോൺസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അടിപൊളി. നിന്നോട് നമുക്ക് ഞാൻ തിന്നു ഇല്ലട്ടാ നമ്പർ ആക്കല്ല തിന്നാ. എന്റെ അടുത്ത് കഴിച്ചോക്കിട്ട് എന്തായി? ഇഷ്ടമായോ? വായിരിക്കുന്നുണ്ട്. ഇഷ്ടമായി? ശരിക്കും പറയാം ഇഷ്ടമായോ? നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഇത് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതൊക്കെ ഉണ്ടാക്കി നോക്കാം, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് പറ്റി ഇത് എരിവുള്ള സംഭവങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട, അല്ലാണ്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.